കേരളം എങ്ങനെ ദൈവത്തിൻ്റെ സ്വന്തം നാടായി? പുഴകളും കായലും മലകളും മരങ്ങളുമൊക്കെ ചാരുതയേകിയെന്ന ചുരുക്കിയ ഉത്തരം. ഇതെല്ലാം ഒന്നിച്ചു കാണാൻ പറ്റിയാലോ? അതാണ് പശ്ചിമതീര ജലപാത. തെക്ക് കോവളം മുതൽ വടക്ക് ബേക്കൽ വരെ നീണ്ടുകിടക്കുന്ന ഈ ജലപാതയിലൂടെയുള്ള യാത്ര അത്ര കണ്ട് മനോഹരമാണ്. പക്ഷേ എൻ്റെ ഈ യാത്ര അതൊരു ട്രെയിലറാണ്. തിരുവനന്തപുരത്ത് വേളിയിൽ നിന്നും കഠിനംകുളം വരെ അതേ ജലപാതയിലൂടെയുള്ള ഒരു ചെറിയ യാത്ര. സിയാൽ നിർമ്മിച്ചതാണ് വേമ്പനാടെന്ന് പേരിട്ടിരിക്കുന്ന ഈ ബോട്ട്. 24 സീറ്റിംഗ് കപ്പാസിറ്റി. 12 പേർക്ക് ഈ AC ക്യാബിനിലും 12 പേർക്ക് അതല്ലാതെയും യാത്ര ചെയ്യാം. ജലപാതയുടെ ആദ്യഘട്ട ഉദ്ഘാടനത്തിനായാണ് സിയാൽ ബോട്ട് നിർമ്മിച്ചത്. ബോട്ടിന് 15 മീറ്റർ നീളവും 3 മീറ്റർ വീതിയുമുണ്ട്. പൂർണ്ണമായി സൗരോർജത്തിലാണ് പ്രവർത്തനം. എല്ലാ സുരക്ഷാ മുൻകരുതലുകളും അത്യാധുനിക സംവിധാനങ്ങളും ബോട്ടിലുണ്ട്. ടോയ്ലറ്റും വാഷ്റൂമും ടിവിയും റേഡിയോയും ഒക്കെ വേറെയും. നൂറ്റാണ്ടുകളുടെ ചരിത്രം പറയാനുണ്ട് ഈ ജലപാതയ്ക്ക്. പണ്ട് നാട്ടുരാജ്യങ്ങൾ ധാന്യമടക്കം ചരക്കുനീക്കം നടത്തിയിരുന്നത് ഈ ജലപാത വഴിയായിരുന്നു. തിരുവിതാംകൂറിലെ റീജന്റായി ഭരണം നടത്തിയ റാണി ഗൗരി പാർവതിഭായ് നിർമ്മിച്ച പാർവതി പുത്തനാറിലൂടെയാണ് നമ്മളിപ്പോൾ നീങ്ങുന്നത്. മുതലപ്പൊഴിയും അഞ്ചുതെങ്ങ് കോട്ടയും ലൈറ്റ് ഹൌസുമെല്ലാം ചരിത്രത്തെ അടുക്കി നിർത്തും. കഠിനംകുളം കായൽ കടന്ന് മുന്നോട്ടു പോയാൽ ശ്രീമൂലം തിരുനാളിന്റെ കാലത്ത്, അതായത് ഏതാണ്ട് 140 വർഷം മുമ്പ് നിർമ്മിച്ച വർക്കല ടണൽ കൂടി കടക്കണം അഷ്ടമുടിയിലെത്താൻ. 1971 വെള്ളപ്പൊക്കത്തോടെ ജലപാതകൾ ഏതാണ്ട് നാശോന്മുഖമായി. കായൽപാത യാഥാർത്ഥ്യമാക്കാൻ കനാലുകൾ വീണ്ടെടുക്കണമെന്ന ആശയം മുന്നോട്ടുവെച്ചത് APJ അബ്ദുൽ കലാം രാഷ്ട്രപതി ആയിരിക്കുമ്പോഴാണ്. എങ്കിലും ആസൂത്രിതമായ വികസനത്തിലേക്ക് കടന്നത് പിണറായി വിജയൻ സർക്കാരും. 3 ഘട്ടമായി പദ്ധതി പൂർത്തിയാക്കും. ഈ കനാലുകളെല്ലാം ആഴം കൂട്ടി മണ്ണ് നീക്കം ചെയ്ത് ഗതാഗത യോഗ്യമാക്കുക 2020 അതായിരുന്നു 1ാം ഘട്ടം. 2ാം ഘട്ടത്തിൽ ഈ ഒട്ടും തന്നെ കനാലില്ലാത്ത 5 പ്രദേശങ്ങളുണ്ട്. അത് പ്രധാനമായിട്ടും മലബാറിലാണ്. ഇവിടെ ലാൻഡ് അക്വിസിഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ ഭാഗത്ത് കനാൽ നിർമ്മിക്കണം. മറ്റ് 520 കിലോമീറ്റർ ഭാഗത്തെ കനാലുകൾ ദേശീയ ജലപാത നിലവാരത്തിലേക്ക് ആഴവും വീതിയുമുള്ള കനാലുകളാക്കാം. 3ാം ഘട്ടത്തിൽ നമ്മൾ ചരക്ക് ഗതാഗതത്തിന് ആവശ്യമായ ടെർമിനലുകൾ സ്ഥാപിക്കുക. രാത്രികാലത്തൂടെ സഞ്ചരിക്കുന്നതിന് ഉചിതമായ രീതിയിൽ നാവിഗേഷൻ എയ്ഡ്സ്, കായലുകളിലും മറ്റും ചാനൽ മാർക്ക് ചെയ്യുന്നതിനുള്ള ബോയ്സ് ഇതൊക്കെ സ്ഥാപിച്ചിട്ട് ഇതിനെ ഒരു രീതിയിൽ പറഞ്ഞാൽ സ്മാർട്ട് വാട്ടർവേകളാക്കുക എന്ന് പറയാം. ആദ്യഘട്ടത്തിലെ 520 കിലോമീറ്റർ ജലപാത മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്ത് നാടിന് സമർപ്പിച്ചു കഴിഞ്ഞു. വിനോദസഞ്ചാരത്തിനും പൊതുഗതാഗതത്തിനും ഉപയോഗിക്കാവുന്ന തരത്തിലാണ് ആദ്യഘട്ടം. 3ാം ഘട്ടവും പൂർത്തിയായാൽ ചരക്കുനീക്കവും സാധ്യമാകും. ഇന്ധന നീക്കത്തിന് പശ്ചിമതീര ജലപാതയെ ഫലപ്രദമായി ഉപയോഗിക്കാനാകുമെന്നും കണക്കുകൂട്ടൽ. പാർവതി പുത്തനാറിലൂടെയുള്ള ഈ യാത്ര കഠിനംകുളം കായലിലേക്ക് പ്രവേശിക്കുകയാണ്. അതിനുശേഷമുള്ള കാഴ്ച ഇതിലും മനോഹരമാണ്. കാരണം കായലോരമാണ് ഇരുവശത്തും. പച്ചപ്പിനിടയിൽ അകലെ മിന്നിമറയുന്ന നഗരയിടങ്ങൾ, ഇരതേടി ഊളിയിടുന്ന നീർപക്ഷികളും മീൻറാഞ്ചി പറക്കുന്ന ദേശാടന പക്ഷികളും, കായലോരം കാട്ടിത്തരുന്ന ചിരികളത്ര, കായൽ നിറയ്ക്കുന്ന വയറുകളത്ര, കാഴ്ച നിറയ്ക്കുന്ന തണുത്ത കാറ്റിന്റെ സുഖമാണ് ഈ യാത്രയ്ക്ക്. കഠിനംകുളം കായലിലേക്ക് പ്രവേശിക്കുന്നതോടെ ജലപാത എക്സ്പ്രസ് ഹൈവേ ആയി മാറും. തെളിനീര് വകഞ്ഞുമാറ്റി കുതിക്കുന്ന നീർക്കുതിരയായി നമ്മളും.
കഠിനംകുളം കായലിൻ്റെ ഓളപ്പരപ്പിലാണ് നമ്മളുള്ളത്. മനോഹരമായ ദൃശ്യങ്ങളാണ്. ആ കാണുന്നതാണ് കായൽപാത. ഏതാണ്ട് 620 കിലോമീറ്റർ കടന്നാൽ ബേക്കലായി. കഠിനംകുളവും അഷ്ടമുടിയും വേമ്പനാടും കല്ലായും കടന്ന് ബേക്കൽ. തിരുവനന്തപുരത്ത് നിന്നും ഷിബിൻ ബഷീറിനൊപ്പം അലക്സ്, റാം മുഹമ്മദ്, 24. Number 1 election channel 24.